ഈ പകൽ വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ, തികഞ്ഞ ദൈവാശ്രയ ബോധത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ഇന്ന് പകൽ കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവേ, നീ ഞങ്ങളോടൊന്ന് ഇടപെടുന്ന പകലാകണമേ. നീ ഞങ്ങളോടൊന്ന് ഹൃദ്യമായി സംസാരിക്കുന്ന പകലാകണമേ. അങ്ങേക്ക് എന്നോട് വ്യക്തിപരമായി ഇടപെടാനുണ്ടെങ്കിൽ അങ്ങ് എന്നോട് വ്യക്തിപരമായി ഇടപെടണമേ. അങ്ങേക്ക് എന്നോട് വചനത്തിലൂടെ ഇടപെടാൻ അങ്ങേക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങ് ഞങ്ങളോട് വചനത്തിലൂടെ ഇന്ന് പകൽ ഒന്ന് ഇടപെടണമേ എന്ന് ഹൃദ്യമായി ഇന്ന് പകൽ പ്രാർത്ഥിക്കുമെങ്കിൽ, സ്തോത്രം, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളുടെ ആഴങ്ങളിൽ നിലവിളി കേട്ട് ഹൃദയമായി സ്വർഗത്തിൽ നിന്ന് മഴ പെയ്യിപ്പിക്കാൻ നമ്മുടെ ദൈവം മതിയായ ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം മാരി ചൊരിയേണ്ടതിന് ഹൃദ്യമായ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഞാൻ കഴിഞ്ഞ അല്പസമയം മുമ്പ് ഓർപ്പിച്ചതുപോലെ ഈ പകലിലെയും രാത്രിയിലത്തെയും ദൈവജന ശുശ്രൂഷയ്ക്കായി നമ്മുടെ മധ്യയായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാട്ടാക്കട ശാരോൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന അനുഗ്രഹീതനായ കർത്തദാസൻ പാസ്റ്റർ MS സന്തോഷ് അവർക്കായി സ്തോത്രം. ഈ പകലിലെ ഈ ദൈവ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. തുടർന്ന് വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തുടർന്നുള്ള ദൈവജന ശുശ്രൂഷയ്ക്കായി കർത്തദാസനെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവജനം ശ്രമിക്കാമല്ലോ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. സന്നിധിയിലായിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യരായ ദൈവമക്കൾ, ഈ മീറ്റിംഗ് ഇതുവരെയും ലീഡ് ചെയ്ത കർത്തദാസൻ ജോമോൻ വാസു ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്തദാസനോടുള്ളതായ പ്രത്യേക വന്ദനം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ സഭയുടെ ശുശ്രൂഷനായി എന്നെ മീറ്റിങ്ങിനായി ക്ഷണിച്ച പാസ്റ്റർ കോശി അവരുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്തനാമത്തിൽ വന്ദനം അറിയിക്കുന്നു. അതുപോലെ ഇവിടെ ആയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരങ്ങൾ, ഫ്ലൈബിൻ ബ്രദർ, അനേക സഹോദരങ്ങളുടെയുണ്ട്. കർത്തദാസ് പാസ്റ്റർ, കോശി പാസ്റ്റർ മകൻ, എനിക്കിവരെയൊക്കെ പരിചയപ്പെടുവാനായി തീർന്നത് പ്രിയ ജേക്കബ് അങ്കിളിൻ്റെ വേർപാടിനോടുള്ള ബന്ധത്തിലാണ്. കൂടുതലായി ഇവരെ അറിയുവാനും മനസ്സിലാക്കുവാനും കർത്താവ് ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ പ്രിയ ജയമോൻ അങ്കിൾ, ഗേളി ആൻറ്റി, പ്രിയ ഷാജി അങ്കിൾ, അങ്ങനെ എന്നെ അറിയുന്ന അനവധി പ്രിയപ്പെട്ടവരുടെയുണ്ട്. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിലുള്ളതായ സ്നേഹത്തെയും വന്ദനത്തെയും ഈ രാവിലെ വേളയെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നിങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ പകലിൽ കർത്താവിൻ്റെ സാക്ഷ്യവും വചനവുമായി നിൽപ്പാൻ സാധുവായ അടിയനെയും ഈ പുൽപ്പിറ്റിൽ നിർത്തിയതിനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. അനവധി പ്രാവശ്യം ഈ സഭയിൽ ഞാൻ കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ പുൽപ്പിറ്റിലെത്തിയിട്ടില്ലെന്നേ ഉള്ളൂ. എൻ്റെ വാത്സല്യ സഹോദരങ്ങളായ കർത്തദാസൻ ജോവി ടി അലക്സ് പാസ്റ്ററെ കൊണ്ടുവരുവാനും പ്രിയ സുഭാഷ് കുമരകത്തെ കൊണ്ടുവരാനൊക്കെ ഞാൻ പ്രിയ ദൈവദാസന്മാരുടെ കൂടെ ഈ ചർച്ചിൽ വന്നിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് 2008, 2009 കാലഘട്ടങ്ങളിൽ ഈ സഭയിൽ കടന്നു വരുവാൻ കർത്താവ് അവസരമൊരുക്കി തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ വാത്സല്യ പിതാവിൻ്റെ വേർപാടിനോടുള്ള ബന്ധത്തിൽ ഫ്രൂണൽ സർവീസിൽ മുകളിലത്തെ നിലയിൽ കടന്നു വരുവാനും കർത്താവ് അവസരമൊരുക്കി തന്നു. അതിനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. എൻ്റെ ദൈവം ഇന്ന് എന്നെ ഇവിടെ നിർത്തിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പ്രിയ ജേക്കബ് അങ്കിൾ ഇന്നിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അങ്കിളായിരിക്കും. ഏറിയ നാളുകൾ കൊണ്ടുള്ള ആഗ്രഹമാണ് ഞങ്ങളുടെ സഭയിൽ പാസ്റ്റർ ഒരു ദിവസം വരണം, ശുശ്രൂഷിക്കണമെന്ന് എൻ്റെ അടുത്ത് മിക്കവാറും പറയാറുണ്ട്. സ്തോത്രല്ലിയ, ഇന്നാണ് അതിനൊരു അവസരം ദൈവമായ കർത്താവ് ഒരുക്കിയതിനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. ഇന്ന് നമുക്ക് ദൈവവചന ധ്യാനത്തിനായി പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ എന്നെ 2017 മുതൽ ദൈവാത്മാവ് പഠിപ്പിക്കുന്നതായ തിരുവെഴുത്തുകളുടെ വെളിപ്പാട് നിങ്ങളുമായി പങ്കുവെക്കാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം നമുക്ക് തുറക്കാം. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ എഴുതപ്പെട്ട റോമാലേഖനം അതിൻ്റെ 8-ാം അധ്യായം, അതിൻ്റെ 28, 29, 30 വേദവാക്യങ്ങൾ പ്രാരംഭത്തിൽ നമുക്ക് വായിക്കാം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ
അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. നമ്മുടെ കണ്ണുകൾ ദൈവത്തിലടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവത്തിലടയട്ടെ. അല്പസമയം പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടൽ ദൈവവചനത്തിൽ കൂടി പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിന് നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉള്ളം തകർന്നിടുമ്പോൾ തള്ളയാമേശുനാഥൻ, ഉള്ളം തകർന്നിടുമ്പോൾ തള്ളയാമേശുനാഥൻ, ഉള്ളങ്കരങ്ങളിനാൽ മെല്ലെ തഴുകിടുന്നു, ഉള്ളങ്കാരങ്ങളിനാൽ മെല്ലെ തഴുകിടുന്നു. ഈ മരുയാത്രയാതിൽ നിന്നെ തനിയെ വിടുകയില്ല. ഭാരങ്ങളേറിടുമ്പോ കൂടെ വരും സഖിയ. ഈ മരുയാത്രയാതിൽ നിന്നെ തനിയെ വിടുകയില്ല. ഭാരങ്ങളേറിടുമ്പോ കൂടെ വരും സഖിയ. യാത്ര ഇനി എത്രയോ കാലുകളിടറിടുന്നേ, താമസമോ പ്രിയനേ കാകേളം കേട്ടിടുവാൻ. രാത്രിയിൻ യാമങ്ങളിൽ കൺകൾ നനഞ്ഞിടുമ്പോൾ, രാത്രിയിൻ യാമങ്ങളിൽ കൺകൾ നനഞ്ഞിടുമ്പോൾ, എന്തിനു കരയുന്നെന്ന് ചോദിപ്പാനേശു മാത്രം, എന്തിനു കരയുന്നെന്ന് ചോദിപ്പാനേശു മാത്രം. ഈ മരുയാത്രയാതിൽ നിന്നെ തനിയെ വിടുകയില്ല. ഭാരങ്ങളേറിടുമ്പോ കൂടെ വരും സഖിയ. ഉള്ളങ്കാലഞ്ഞിടുമ്പോ തള്ളയാമേശുനാഥേ, ഉള്ളങ്കാലഞ്ഞിടുമ്പോ തള്ളയാമേശുനാഥേ, ഉള്ളങ്കാരങ്ങളിനാൽ മെല്ലെ തഴുകിടുന്നു, ഉള്ളങ്കാരങ്ങളിനാൽ മെല്ലെ തഴുകിടുന്നു. കരുണയുള്ള പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ആത്മദമനത്തിൻ്റെ രണ്ടാമത്തെ വിലവേള ദിവസത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ തരുന്ന എല്ലാ അവസരത്തിനായി നന്ദിയോട് സ്തുതിക്കുന്നു. ഈ ജനത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ തരുന്നു. ദൈവവചനവും അതിൻ്റെ ശക്തിയും അതിൻ്റെ ബലവും ഇന്ന് പകലിൽ ഞങ്ങൾ അനുഭവിപ്പാൻ എൻ്റെ ദൈവം സഹായിക്കണം എന്ന് ഈ രാവിലെ വേള ദിവസത്തിൽ പ്രാർത്ഥിക്കുന്നു.
ദൈവസഭയെ, കുടുംബങ്ങളെ, മാതാക്കളെ, പിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ ഒക്കെ കർത്താവ് അനുഗ്രഹിക്കണം, സഹായിക്കണം, കൃപയിൽ പൊതിയണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. തിരുമേനിയുടെ കരങ്ങളിൽ താഴ്ന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ദൈവം കേൾക്കണം. അൻപുള്ള പിതാവേയും ആമേൻ. നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. വായിച്ച വേദവാക്യം ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ വായിക്കുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. നല്ല തിരുവഴുത്തുകളെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തികഞ്ഞ ആത്മബോധത്തോടെ ദൈവവചനത്തിൻ്റെ ധ്യാനം നമ്മുടെ ജീവിതത്തിൽ വിടുതലായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും വന്ദനം അറിയിച്ചുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിലെ അതിപ്രധാനമായ തിരുവഴുത്തുകളുടെ വെളിപ്പാടിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കപ്പെടുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ലീഗ എഴുതപ്പെട്ടതായ നിരവധി ലേഖനങ്ങളുണ്ട്. അതിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ ലേഖനങ്ങൾ പലതുമുണ്ട്. അതിൽ നമ്മൾ അറിഞ്ഞിരിക്കപ്പെടേണ്ടതായ ഏറ്റവും വിലപ്പെട്ട ദൂതുകൾ മറച്ചു വച്ചിരിക്കുന്ന ഒരു ലേഖനമാണ് റോമാ ലേഖനം. ഏതാണ്ട് 21 ലേഖനങ്ങൾ നമുക്ക് പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തന്നിട്ടുണ്ട്. അതിൽ സ്തോത്രലീയ 14 ലേഖനങ്ങൾ പൗലോസിൻ്റെതാണെന്ന് നമ്മൾ മനസ്സിലാക്കപ്പെടുന്നു. 13 ഉറപ്പായിട്ടും എബ്രായ ലേഖനം സ്തോത്രലീയ ചില സാഹചര്യങ്ങളുടെ ഇതുകൊണ്ട് എബ്രായ ലേഖനം എഴുതിയിട്ടുണ്ടോ ഇല്ലേ എന്ന് പല അഭിപ്രായങ്ങളുണ്ട്. എങ്കിലും 14 ലേഖനങ്ങൾ പരിശുദ്ധാത്മാവ് തൻ്റെ ഭക്തനിൽ കൂടി നമുക്ക് നൽകി തരുവാൻ ഇടയായിത്തീർന്നു. അതിൽ അതിപ്രധാനമായ ഒരു ലേഖനമാണ് റോമാ ലേഖനം. ആ ലേഖനത്തിൻ്റെ അകത്തിലെ പ്രധാന വിഷയം എന്താണെന്നതിനെക്കുറിച്ച് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് വളരെ ദൈവവചനത്തിനെ കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാടുള്ളത് കൊണ്ട് സ്തോത്രം ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞ് അതിനവസാനിപ്പിക്കപ്പെടുന്നു. സ്തോത്ര വിശ്വാസത്താലുള്ള നീതീകരണമെന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ സബ്ജക്റ്റാണ് റോമാ ലേഖനത്തിൻ്റെ മുഖ്യമായ പ്രമേയം എന്ന് നമ്മൾ പഠിക്കുന്നു. നമ്മൾ റോമാ ചരിത്രം പഠിച്ചു വരുമ്പോൾ റോമായിലുള്ളതായ ദൈവമക്കൾ അഥവാ യഹൂദന്മാരിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരും യവനന്മാരിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവർ അഥവാ ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ജനം, അങ്ങനെ 2 കൂട്ടമായി ജനം ദൈവസഭയിൽ വന്നുകൂടുവാനിടയായി തീർന്നു. വലിയൊരു കൂട്ടമായി അത് മാറുവാൻ ഇടയായി തീർന്നു. എന്നാൽ പെട്ടെന്നുണ്ടാകപ്പെട്ടതായ റോമ ഗവൺമെൻറ്റിൻ്റെ നീക്കങ്ങൾ പെട്ടെന്ന് ഇങ്ങനെയൊരു കാര്യം അവരുടെ അറിയിക്കുവാനിടയായി തീർന്നു. റോമരല്ലാത്തതായ സകലമാന ആൾക്കാരും റോമാ പട്ടണം വിട്ട് മടങ്ങി സ്വദേശത്തേക്ക് പോകണമെന്നുള്ള ചക്രവർത്തിയുടേതായ ആജ്ഞ നിമിത്തം സ്തോത്രമല്ലേലൂയ അങ്ങനെ യഹൂദന്മാരായ സഹോദരങ്ങൾ ദൈവസഭ വിട്ട് അവരുടെ കുടുംബങ്ങളെ വിട്ട് അവരുടെ ബന്ധങ്ങളെ വിട്ട് പ്രിയപ്പെട്ടവരെ വിട്ട് അവർ പാലായനം ചെയ്ത് നാടിൻ്റെ നാനാവ്യാപകങ്ങളിലേക്ക് പോകുവാൻ ഇടയായിത്തീർന്നു. നീണ്ട 5 വർഷങ്ങൾ കഴിയപ്പെട്ടപ്പോൾ അതേ രാജാവ് തന്നെ തിരിച്ച് പ്രഖ്യാപനം നടത്തപ്പെട്ടു. സ്തോത്രമല്ലിയം മടങ്ങിപ്പോയവർക്ക് നിങ്ങൾക്ക് മടങ്ങി സ്തോത്രമല്ലിയം ഈ റോമ പട്ടണത്തിലേക്ക് വരാനുള്ള അവസരമുണ്ട് എന്ന കൽപ്പനയുടെ പിൻബലത്തോടുകൂടി സ്തോത്രമല്ലിയം മടങ്ങിപ്പോകപ്പെട്ടതായ യഹൂദന്മാർ മടങ്ങി അവർ കൂടി വന്ന ആരാധിച്ചു വന്ന ദൈവസഭയിലേക്ക് വരപ്പെടുമ്പോൾ സ്തോത്രമല്ലേലൂയ ആ സഭയ്ക്കകത്ത് അവർ പോയി കഴിഞ്ഞ 5 വർഷങ്ങൾ കൊണ്ട് ആ സഭയ്ക്കകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനിടയായി തീർന്നു. അങ്ങനെ വലിയ മാറ്റങ്ങൾ ആ സഭയ്ക്കകത്തുണ്ടായി. സ്തോത്രമല്ലേലൂയ യഹൂദ മര്യാദകളെ വിട്ട ഒരു പുതിയ ആരാധന രീതി സ്തോത്രമല്ലേലൂയ റോമായിലെ ദൈവമക്കളുടെ ഇടയിൽ കണ്ടപ്പോൾ യഹൂദന്മാരായി ഇവിടം വിട്ടു പോകപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് മനസ്സിനകത്ത് വലിയ നൊമ്പരമുണ്ടാകപ്പെട്ടു. ഇവരെ എങ്ങനെയെങ്കിലും ന്യായപ്രമാണത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരിക എന്നതായ ഒരു വലിയ അജണ്ട അവർ ഏറ്റെടുക്കപ്പെടുകയും സഭയ്ക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. ചിലർ പറഞ്ഞു പുറമേയുള്ള പരിച്ഛേദന വേണം, യഹൂദ മര്യാദ പ്രകാരം ജീവിക്കണം എന്നുള്ള കാര്യപരിപാടികൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ
വിശ്വാസത്താലുള്ള നീതീകരണമാണ് പുതിയ നിയമസഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്നതായ കാര്യങ്ങളെ മറന്ന് മുൻപോട്ട് പോകപ്പെടുമ്പോൾ പൗലോസ്ലീഹ അടിവരയിട്ട് അവരോട് പറയുന്ന ഇപ്രകാരമാണ്: പുറമേയുള്ള പരിച്ഛേദനയല്ല പരിച്ഛേദന അകമേ ഉണ്ടാകണം. ഹല്ലേലൂയ. പുറമേ കാണപ്പെടുന്ന പ്രാഗപ്രകടനങ്ങളല്ല ഒരു ആത്മീകൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യം. അകമേ വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പുറമോടിയിൽ നമുക്ക് എന്തും ചെയ്തു കൂട്ടാൻ പറ്റും, എന്നാൽ അകമേ മാറ്റമുണ്ടാകുന്നവരാണ് ക്രിസ്തു സഭയുടെ ഭാഗം എന്ന് പരിശുദ്ധാത്മാവ് അടിവരയിട്ട് ഈ ലേഖനത്തിൽ ഉറപ്പിക്കുകയാണ് ഈ ലേഖനം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. കരം ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്. അങ്ങനെ ഈ ലേഖനത്തിൻ്റെ മുഖ്യ പ്രമേയം അങ്ങനെ ഹൃദയ പരിച്ഛേദന എന്ന് പറയപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട വിഷയം അവതരിപ്പിച്ചു വന്ന് 8-ാം അധ്യായത്തിലേക്ക് കയറപ്പെടുമ്പോൾ നമ്മൾ വായിച്ച വേദവാക്യത്തിൽ ഇങ്ങനെയാണ് പഠിക്കപ്പെടുന്നത്: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. കരമുയർത്തി ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇവിടെ പൗലോസ്ലീഹ ഈ 3 വാക്യത്തിനകത്ത് ഹൃദയ പരിച്ഛേദന വരപ്പെട്ട ജനത്തിൻ്റെ മേൽ ഉണ്ടാകേണ്ടതായ ദൈവീക പദ്ധതിയുടെ കാര്യപരിപാടികളെ കുറിച്ച് അവതരിപ്പിക്കുകയാണ് പൗലോസ്ലീഹ ഈ 3 വാക്യത്തിനകത്ത്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ മുഖ്യ പ്രമേയം എന്ന് പറയപ്പെടുന്ന ആ പ്രമേയത്തെ 3 വാക്യത്തിനകത്ത് ചുരുക്കി എഴുതിയിരിക്കുകയാണ്. ആത്മാവിൽ വായിക്കുന്ന ഒരു ദൈവ പൈതന് ആ 3 വാക്യങ്ങൾ പഠിച്ചാൽ വേദപുസ്തകത്തിൻ്റെ പൂർണ്ണ രൂപം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ 3 വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റ് ഇങ്ങനെ പറഞ്ഞു തുടങ്ങാം: മനുഷ്യരാശിയോടുള്ളതായ ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് ദൈവം വരച്ചു കാട്ടിയിരിക്കുകയാണ് ഈ 3 വാക്യത്തിനകത്ത്. ഇന്ന് രാവിലെ വേള ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയും, സ്തോത്രം, ദൈവത്തിനൊരു പദ്ധതി എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവിക പദ്ധതി സ്തോത്രം ഉലകം ഉണ്ടാകുന്നതിന് മുമ്പ്, കാലം ഉണ്ടാകുന്നതിന് മുമ്പ്, പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവം ഒരു പ്ലാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആ പ്ലാനിൻ പ്രകാരം 2025 ഈ ശനിയാഴ്ച ഞാനിവിടെ നിൽക്കണമെന്നുള്ളത് തമ്പുരാൻ മുൻനിർണയിക്കപ്പെട്ടതെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയും, അല്ലെങ്കിൽ മുൻപോട്ട് പോകാൻ കഴിയാതെ വണ്ണം ഭാരപ്പെടുന്ന ആരെങ്കിലും ഇന്ന് പകൽ ദൈവവചനം കേൾക്കുന്നെങ്കിൽ ഭാരപ്പെട്ടു പോകേണ്ട. നാളെക്കുറിച്ചറിയാകുന്ന ഒരു ദൈവത്തെയാണ് കരത്തിൽ പിടിച്ചിരിക്കുന്നത്. തിരിച്ചറിയുന്നവർ ആ കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു പറയാം: കർത്താവ്, എന്നെക്കുറിച്ചും എൻ്റെ തലമുറയെക്കുറിച്ചും അങ്ങേക്ക് പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതിയുടെ സാക്ഷാത്കാരത്തേക്ക് ഞങ്ങൾ വരട്ടെ. ഹല്ലേലൂയ. വ്യക്തിപരമായി നിന്നെക്കുറിച്ച് ദൈവത്തിന് മാത്രമല്ല ഒരു വലിയ ഉദ്ദേശമുണ്ട്. നിന്റെ സഭയെക്കുറിച്ച് വലിയ ഉദ്ദേശമുണ്ട്. നിന്റെ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശപ്രകാരമാണ് നീ ഇന്ന് രാവിലെ വേള ഇതിനകത്ത് എത്തിയത്. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവാചകന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞ പ്രകാരമാണ്: അമ്മയുടെ ഉദരത്തിൽ വെച്ച് നിന്നെ കണ്ടു. എന്നാൽ പുതിയ നിയമ വെളിപ്പാട് നമ്മോട് പറയുന്ന പ്രകാരമാണ്: സ്തോത്രം, ലോകസ്ഥാപനത്തിനു മുമ്പേ ഞാൻ നിന്നെ ക്രിസ്തുവിൽ കണ്ടിരിക്കുന്നു. ആ കണ്ട എന്നെയും നിങ്ങളെയും ദൈവത്തിനൊരു വലിയ പദ്ധതി ഉണ്ടെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ടെന്ന്. ആ പദ്ധതിയെ പൊളിച്ചു കളയാൻ ഒരു ഇരുട്ടിൻ്റെ ശക്തിക്കും കഴിയില്ല. കാരണം പദ്ധതി ഇട്ടത് ദൈവമാണ്. പദ്ധതി ഇട്ടത് ദൈവമായതുകൊണ്ട് എൻ്റെ മേൽ കിടക്കുന്ന പദ്ധതിയെ പൊളിക്കുവാൻ ഒരു ഇരുട്ടിൻ്റെ സ്വാധീനത്തിനും കഴിയുകയില്ല. എന്നോട് ദൈവത്തിനൊരു നിർണയമുണ്ട്. എൻ്റെ തലമുറയിൽ ഒരു നിർണയമുണ്ട്. ആ നിർണയം തന്നെ നടക്കപ്പെടും.
ഓ ഹല്ലേലൂയ. രക്തത്താൽ ജയം. യേശുവിന്റെ നാമത്തിൽ ജനത്തെ മുൻപോട്ട് വിടാതെ വണ്ണം ദൈവിക പദ്ധതിക്കകത്ത് ഉറച്ചു നിൽക്കേണ്ടവരെ, ദൈവിക പദ്ധതിക്കകത്തേക്ക് കാലെടുത്തു വെക്കേണ്ട തൻ്റെ ജനത്തെ പുറകിലോട്ട് വലിക്കുന്ന ഇരുട്ടിന്റെ സ്വാധീനങ്ങളുടെ നടുവിൽ ഇന്ന് രാവിലെ വേള ഞങ്ങൾ ജയത്തോടെ എഴുന്നേൽക്കുന്നു. ഞങ്ങൾക്കൊരു പുറപ്പാടുണ്ട്. ഇവിടെ ഇരുന്ന് തല നീറാനല്ല ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഞങ്ങൾക്കൊരു വലിയ പുറപ്പാടുണ്ട്. ഹല്ലേലൂയ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഉറപ്പോടുകൂടെ ഞാൻ പറഞ്ഞു തുടങ്ങുന്നു, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിനൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ മാത്രമേ നടക്കുകയുള്ളൂ. ആ പ്ലാൻ മാത്രമേ ജീവിതത്തിൽ നടന്നു കിട്ടുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിനകത്ത് അടിച്ചുയരപ്പെട്ട പല പ്രശ്നങ്ങളുണ്ടാകാം, പല പ്രതിസന്ധികളുണ്ടാകാം, പല പോരാട്ടങ്ങളുണ്ടാകാം. ഇവിടം കൊണ്ട് തീർന്നിട്ടില്ല. ദൈവത്തിന് എന്തോ എന്നെക്കുറിച്ച് വലിയ പ്ലാനുണ്ട്. അപ്പോൾ നമ്മളെക്കുറിച്ച് ദൈവത്തിന് ഒരു വലിയ ഉദ്ദേശമുണ്ട്, വലിയ പദ്ധതിയുണ്ട്. ഞാൻ ഇങ്ങനെയാണ് ഈ വചനം വായിച്ച് ധ്യാനിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചതായ ഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. നമുക്ക് നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വ്യക്തിപരമായി പല നിലയിലും ദൈവത്തിന് നമ്മോട് ഇടപെടാനുണ്ട്, സംസാരിക്കാനുണ്ട്. ദൈവത്തിന് പല പ്ലാനും പദ്ധതികളുമുണ്ട്. എന്നാൽ എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഏക പ്രത്യാശയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്നാണ് പുസ്തകം പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ ഒരു നിയോഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെയാണ് പറയാറുള്ളത്, നമുക്കൊരു കസേര തന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നമുക്കറിയാം. എന്താണ്? ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. നമുക്കൊരു വാഹനം തന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നമുക്കറിയാം, സമയത്തിന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിൽ എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് നമുക്കറിയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ഭൗതിക ഉദ്ദേശത്തെക്കുറിച്ചാണ് നമ്മൾ കൂടുതലും ചിന്തിക്കപ്പെടുന്നത്. നമ്മളെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഭൗതിക ഉദ്ദേശത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ വേണ്ടി കൂടുതലും ആഗ്രഹിക്കപ്പെടുന്നത്, ഇല്ലേ? സ്വതൻ്റെ തലമുറയെക്കുറിച്ച് എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഭൂരിഭാഗം ആൾക്കാരും ഇതിനകത്ത് വന്നിരിക്കപ്പെടുന്നത്. എന്നാൽ ഇന്ന് രാവിലെ വേള ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കപ്പെടുന്നത് അത് വേണ്ടെന്നല്ല, അത് വേണം. ഞാൻ പറയാൻ ആഗ്രഹിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും എന്താണ് തമ്പുരാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് എത്തുക എന്നുള്ളതാണ് എൻ്റെയും നിങ്ങളുടെയും ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രഥമമായി നമ്മൾ പറഞ്ഞിരിക്കപ്പെടേണ്ട ദൈവം നമ്മളെ എന്തിനാണ് ഈ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത്? ബൈബിൾ പറയുന്ന ഇപ്രകാരമാണ്. നമ്മൾ വായിച്ച വാക്യം തന്നെ ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ പലരും പറയുന്ന ഇപ്രകാരമാണ്. ഞാൻ ചോദ്യം പലരോടും ചോദിച്ചിട്ടുണ്ട്, അവരെല്ലാവരും പറഞ്ഞിട്ടുള്ള ഇപ്രകാരമാണ്. നമ്മളെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ആരാധിക്കാനാണെന്നാണ് ഭൂരിഭാഗം ആൾക്കാരും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയും, ദൈവം നമ്മളെ വിളിച്ച് ഭൂമിയിൽ ജനിപ്പിച്ചതിൻ്റെ ഉദ്ദേശം ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനോടൊക്കുന്നു രണ്ടാമത്തെ കൽപ്പന. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരമാണ്, നിന്നെപ്പോലെ തന്നെ നിൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക. ഇതിനകത്ത് ന്യായപ്രമാണം മുഴുവനും ഒതുങ്ങപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയും, ശക്തിയോടുകൂടെ നിങ്ങൾ ആരാധിച്ചില്ലേലും, ശക്തിയോടുകൂടെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി കൊടുത്തില്ലേലും, ഇന്ന് പകൽ ഞാൻ പ്രാരംഭത്തിൽ നിങ്ങളോട് പറയപ്പെടുന്നു, ശക്തിയോടുകൂടെ സ്നേഹിക്കണം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്നേഹിക്കാത്തവൻ്റെ ആരാധന ദൈവത്തിന് വേണ്ടെന്ന്, സ്നേഹിക്കാത്തവൻ്റെ ആരാധന ദൈവത്തിന് വേണ്ടെന്ന് ബൈബിൾ അങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾ ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹം ഇല്ല എങ്കിൽ എനിക്ക് ഏതുമില്ല. എന്താ അർത്ഥം? അന്യഭാഷയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നവരായാലും, നിങ്ങളുടെ ശരീരം നിങ്ങൾ മുറിവേൽപ്പിക്കാൻ കൊടുക്കുന്നവരായാലും, നിങ്ങളുടെ വസ്തുക്കൾ മുഴുവനും വിറ്റുപറക്കി ദാനധർമ്മം ചെയ്യുന്നവരായാലും, പുസ്തകം പറയുന്ന ഇപ്രകാരമാണ്, സ്നേഹമില്ല
എങ്കിൽ എനിക്ക് ഏതുമില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഉറക്കെ പ്രഖ്യാപിക്കപ്പെടുന്നു, ദൈവസഭകളിൽ സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, അന്യോന്യമുള്ള സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഒന്നാമത്തെ സഭയായ എഫെസോസിനോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുമ്പോൾ പറയുന്ന ഇപ്രകാരമാണ്: നിന്നെക്കുറിച്ച് ഒരു കുറ്റം പറയാനുണ്ട്. ഒത്തിരി കുറ്റമൊന്നും പറയാനില്ല, ഒരു കുറ്റം പറയാനുണ്ട്. ആ കുറ്റം ഇതാണ്: നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞത് എന്താ പറഞ്ഞേ സ്തോത്രം. അതുകൊണ്ട് നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെടുക. നമ്മൾ അത്രയും ചെയ്യാറുണ്ട്, അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ പോകാറില്ല. സ്തോത്രം. മാനസാന്തരം വരെ നമ്മൾ പെടാറുണ്ട്. അടുത്ത് പറയുന്നത് എന്താ പറയുന്നത്? നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നുവോ അതിലേക്ക് നീ മാനസാന്തരപ്പെടുക. മാത്രമല്ല ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് പറയാറുള്ളത്, ദൈവവചന പ്രകാരം ഞാൻ ക്ഷമിച്ചേക്കാം, പക്ഷെ പണ്ടത്തെ പോലെ ആ ഇടപാടൊന്നും എന്നിൽ നിന്ന് ഇനി പ്രതീക്ഷിക്കുന്നു. ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മാനസാന്തരപ്പെടാം, ഹല്ലേലൂയ, കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷേ ആദ്യത്തേതുപോലെയുള്ള ഇടപാടൊന്നും ഇനി എന്നിൽ നിന്ന്, അങ്ങനെയുള്ള സഹകരണങ്ങളോ ഇടപാടുകളോ ഒന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. തമ്പുരാൻ പറയുന്ന ഇപ്രകാരമാണ്. അവിടെയാണ് കുഴപ്പം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയും, പ്രിയമുള്ളവരെ, സ്തോത്രം, ദൈവം ആഗ്രഹിക്കുന്നത് മടങ്ങി വരുന്നത് എവിടെയെന്നറിയാമോ? നമ്മൾ ആദ്യ വിശ്വാസത്തിലേക്ക് ഇറങ്ങിത്തിരിക്കപ്പെട്ടപ്പോൾ എടുക്കപ്പെട്ട ഒരു തീരുമാനമുണ്ട്, ഒരു വലിയ ആർജവമുണ്ട്, എവിടെയും ഓടിക്കൂടാനുള്ളതായൊരു മനസ്സുണ്ട്. ആ മനസ്സിലേക്ക് വരാൻ ദൈവസഭ തയ്യാറാകപ്പെടുമെങ്കിൽ ഇന്ന് പകൽ ഞാൻ എൻ്റെ ആത്മാവിൽ, ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് ദൈവസഭയോട് പറയാൻ പറഞ്ഞ ആലോചന ഞാൻ ആത്മാവിൽ പറയുന്നു. നിങ്ങളെക്കുറിച്ച് ഈ പട്ടണത്തിൽ ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്, ഒരു വലിയ മാസ്റ്റർ പ്ലാൻ ഈ ദൈവസഭയെക്കുറിച്ച് എൻ്റെ ദൈവത്തിനുണ്ട്. എന്നാൽ ആ പദ്ധതിയിലേക്ക് സഭ കയറി വരാതെ വണ്ണം ആത്മീക ഒഴുക്കിനെ പിടിച്ചടക്കപ്പെടുന്ന ഇരുട്ടിൻ്റെ സ്വാധീനത്തെ അഴിക്കണമെങ്കിൽ ആത്മാവിൽ ദൈവസഭ ആദ്യ പ്രവൃത്തിയിലേക്ക് മടങ്ങി വരുവാൻ മനസ്സുണ്ടാകപ്പെടും. ഇന്ന് പകൽ തമ്പുരാൻ പറയുന്നു, ദൈവസഭയുടെ ചരിത്രം മാറുന്ന ദിനങ്ങളാണ് ഈ ദിനങ്ങളെന്ന് ആത്മാവിൽ ഞാൻ ദൂത് വിളിച്ചു പറയുകയാണ്. തിരിച്ചറിയുന്നവരെ കരങ്ങളെ ചേർത്തടിച്ച് വിളിച്ചു പറ, എന്റെ തലമുറയിൽ ഞാൻ മാറുകയാണ്. ചില പ്രാർത്ഥനയുടെ ഉത്തരവ് ഈ പ്രാർത്ഥനയ്ക്കകത്ത് തമ്പുരാൻ മറച്ചു വെച്ചിട്ടുണ്ട്. നിന്റെ ആദ്യ പ്രവൃത്തിയിലേക്ക്, ആദ്യ സ്നേഹത്തിലേക്ക്, ആദ്യ പ്രവൃത്തിയിലേക്ക് നീ മടങ്ങി വരപ്പെടുമ്പോൾ നിന്റെ അകത്ത് വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. ആയതുകൊണ്ട് ഈ ഉപവാസത്തിൻ്റെ രണ്ടാമത്തെ പകലിൽ എനിക്ക് എൻ്റെ അമ്മമാരോടും അപ്പന്മാരോടും സഹോദരങ്ങളോടും പ്രിയപ്പെട്ടവരോടും ഒരു ദൈവദാസൻ എന്ന നിലയിൽ പറയാനുള്ളത്, എൻ്റെയും നിങ്ങളുടെയും സ്നേഹത്തിൻ്റെ ആദ്യ പ്രവൃത്തിയിലേക്ക് മടങ്ങി വരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ ബൈബിൾ പറഞ്ഞ പ്രകാരമാണ്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അങ്ങനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കരങ്ങളെ വീശി ദൈവത്തിന് നന്ദി പറയാമോ? ആ ദൈവിക പദ്ധതിയിലേക്ക്, ആ ദൈവിക ഉദ്ദേശത്തിലേക്ക് എൻ്റെ സ്നേഹം എവിടെയെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, പാസ്റ്ററോടുള്ള എൻ്റെ സ്നേഹം, കുടുംബക്കാരോടുള്ള എൻ്റെ സ്നേഹം, ദൈവസഭയോടുള്ള എൻ്റെ സ്നേഹം, ഹല്ലേലൂയ സ്തോത്രം, എൻ്റെ കൂടപ്പുറപ്പിനോടുള്ള എൻ്റെ സ്നേഹം, എൻ്റെ സ്തോത്രം ഹല്ലേലൂയ, അടുത്ത് വസിക്കുന്ന പ്രിയപ്പെട്ടവരോടുള്ള എൻ്റെ സ്നേഹത്തിൽ നിന്ന് എവിടെയെങ്കിലും വീണുപോകപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവേ, മടങ്ങി വരുവാനൊരു മനസ്സെനിക്ക് തരണമേ. ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. അപ്പോൾ ദൈവിക പദ്ധതിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാണ്. എങ്ങനെ സ്നേഹിക്കണം എന്നതിനെയാണ് ഇവിടെ ഈ ബൈബിൾ തരുന്ന വെളിപ്പാട്. ബൈബിൾ തരുന്ന വെളിപ്പാട് ഇപ്രകാരമാണ്. ഈ വാക്യത്തെ തെളിയിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പുറകിലോട്ടൊന്ന് പോകണം. പുറകിലോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഒത്തിരി പുറകിൽ പോകണം. അല്ലയോ സ്വതന്ത്ര നിത്യതയിലേക്ക് നമുക്ക് പോകണം. നിത്യതയിലേക്ക് പോകണം. അവിടെ ബൈബിൾ പറയുന്ന വെളിപ്പാട് അനുസരിച്ച് ഇപ്രകാരമാണ്. നിത്യതയിൽ ഹല്ലേലൂയ കുറേ മക്കളെ എനിക്ക് വേണം. ഹല്ലേലൂയ. ആരെ പോലെ? യേശുവിനെ പോലെ കുറേ മക്കളെ എനിക്ക് വേണം. ഹല്ലേലൂയ. ആ വിളിയാണ് നമ്മളെല്ലാവരും കേട്ട് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. സ്വതന്ത്ര ആരെ പോലെ ആകാൻ വേണ്ടിയിട്ട്?
യേശുവിനെ പോലെയാകാൻ വേണ്ടിയിട്ട് സ്വല്ലിയം. യേശുവിനെ പോലെ ആയാലേ അവിടെ കയറ്റൂ. അതാണ് ടാസ്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് വരാം സ്തോത്രം. അവൾ നിത്യതയിൽ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിനകത്ത് ഒരു പദ്ധതി വരപ്പെടുന്നു. ഞാനും എൻ്റെ മകനും തമ്മിൽ സ്നേഹിക്കുന്നത് പോലെ. അതാണ് യോഹന്നാൻ സുവിശേഷത്തിനകത്ത് പറയുന്നത്. 17-ാമത്തെ അധ്യായത്തിനകത്ത് പറയുന്ന ഇപ്രകാരം: പിതാവേ, ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ നീ എന്നെ സ്നേഹിച്ചതുപോലെ ഇവരും തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ പ്രാപിച്ച ദൈവമഹത്വം ഞാൻ ഇവരിലേക്ക് പകരുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവവചനം പറഞ്ഞ ഇപ്രകാരമാണ്: യേശു പിതാവായ ദൈവത്തെ എങ്ങനെ സ്നേഹിച്ചുവോ അതുപോലെ സ്നേഹിക്കുന്ന കുറേ മക്കൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിൾ പറയുന്ന സ്നേഹത്തിന് പറയുന്ന 3 അർത്ഥങ്ങളാണ്, 3 തരത്തിലാണ് സ്നേഹത്തെ വെളിപ്പെടുത്തുന്നത്. ഒന്നാമത്തെ സ്നേഹത്തെക്കുറിച്ച് ബൈബിൾ പറയുന്ന ഇപ്രകാരമാണ്: സ്തോത്രം, സ്തോത്രം. മത്തായി സുവിശേഷത്തിനകത്ത് ഇങ്ങനെയാണ് കർത്താവ് പറയുന്നത്. ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ ജാതികളെ പോലെ ആകരുത്. അവർ സ്നേഹിക്കുന്നവർക്ക് എന്ത് ചെയ്യുന്നു? അവർ അതുപോലെ കൊടുക്കുന്നു. നിങ്ങൾക്ക് തിരിച്ചു തരുമെന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യരുത്. പിന്നെ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് തിരിച്ച് കിട്ടില്ല എന്ന് ചിന്തിച്ച് നിങ്ങൾ ചെയ്യണം. ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ. അപ്പോൾ ഒന്നാമത്തെ സ്നേഹം സാധാരണ നിലയിലുള്ള സ്നേഹം. എന്നെ സ്നേഹിച്ചാൽ ഞാൻ നിന്നെയും, അങ്ങനെയല്ലേ നമ്മൾ പറയാറുള്ളത്. എൻ്റെ വീട്ടിൽ വന്ന പ്രാർത്ഥനയ്ക്ക് വന്ന നിൻ്റെ വീട്ടിലെ പ്രാർത്ഥനയ്ക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കൊരു ഉടുപ്പ് വാങ്ങിച്ചു തന്നാൽ നിനക്കൊരു ഉടുപ്പും ഹല്ലേലൂയ വാങ്ങിച്ചു തരാം. സ്തോത്രം. എൻ്റെ മോളെ കല്യാണത്തിന് നീ വന്നാൽ നിൻ്റെ മോളെ കല്യാണത്തിന് ഞാനൊരു രണ്ടാവ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം എൻ്റെ ഇങ്ങോട്ട് കിട്ടുമെങ്കിലുള്ള സ്നേഹം. ന്യായപ്രമാണത്തിൻ്റെ സ്നേഹം ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എന്താണ്? ദൈവത്തെ സ്നേഹിക്കുക, നിന്നെ പോലെ തന്നെ കൂട്ടുകാരനെ സ്നേഹിക്കുക. നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞ സ്നേഹം, അല്ലെങ്കിൽ പിതാവ് പുത്രനെ സ്നേഹിച്ച സ്നേഹത്തെക്കുറിച്ച് പറയുന്നു. എങ്ങനെ സ്നേഹിക്കണമെന്ന്? നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ. ഹല്ലേലൂയ. നടക്കാത്ത കാര്യമാണ്, നമ്മളെ കൊണ്ട് നടക്കാത്ത കാര്യമാണ്. പുസ്തകം നമ്മൾ എന്താ പറഞ്ഞേ? ശത്രു നിനക്ക് വേണ്ടി ആഭിചാരം ചെയ്യുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അവൻ അനുഗ്രഹിക്കപ്പെടാൻ പറ്റുമോ? നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. പക്ഷേ നമ്മളെ കൊണ്ട് നടക്കും. എങ്ങനെ നടക്കും? നമ്മിലൊരു പകരക്കാരൻ വന്നാൽ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. എന്നെയും നിങ്ങളെ കൊണ്ടും നടക്കില്ല. നടക്കാത്ത കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം ഹല്ലേലൂയ ജാസരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മരിച്ചടക്കപ്പെട്ട് അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനായി നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു എങ്കിൽ അവനെ കൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. അതിനെയാണ് പുസ്തകം നമ്മോട് പറയുന്നത് വീണ്ടും ജനനം. വീണ്ടും ജനിച്ചവർക്ക് മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ. ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താണ്ട് അപ്പോൾ നമുക്ക് ബേസിക്കിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ പഠിക്കാൻ പോകുന്ന ഭാഗം. അടുത്ത ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ വിളിച്ചിരിക്കുന്നവർക്ക് എന്തുണ്ടാകുമെന്നാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 23-ാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്: ഒരു ഞരക്കമുണ്ടാകും. ഹല്ലേലൂയ. എന്തുണ്ടാകുമെന്ന്? ഒരു ഞരക്കം. എന്തിനുള്ള ഞരക്കം? അവിടെ വായിച്ച 23-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഇവിടെ വായിച്ച വാക്യം ശ്രദ്ധിച്ച് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ പുത്രത്വത്തിൻ്റെ ശരീരത്തിന് വേണ്ടിയിട്ട് ആത്മാവെന്ന ആദ്യദാനം ലഭിക്കപ്പെട്ടവരായ നാം നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി, ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി പുത്രനെ പോലെ സ്നേഹിക്കുന്ന സ്നേഹത്തിന് വേണ്ടിയിട്ട് ഉള്ളിൽ ഞരങ്ങും. വരുന്നുണ്ടോ ഞരക്കം? എന്ത് ഞരക്കം വരണമെന്ന്? യേശുവിനെ പോലെ സ്നേഹിക്കുന്ന, ഒരു പുത്രനെ പോലെ സ്നേഹിക്കുന്ന, പുത്രൻ്റെ ശരീരം പോലെ സ്നേഹിക്കും. ഒരു ശരീരം, പുത്രത്വത്തിൻ്റെ ശരീരം എനിക്ക് കിട്ടണമേ എന്നുള്ള ദിനം പ്രതി ഞരങ്ങുന്നു. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ഞരക്കം ഉണ്ടാകുന്നുണ്ട് എൻ്റെ അമ്മമാർ.
എൻ്റെ അപ്പന്മാരെ, പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, ഈ ഞരക്കം ഉണ്ടാകുന്നുണ്ടോ? ഈ ഞരക്കം ഉണ്ടാകുന്നില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ പ്രാപിച്ച ആത്മാവിനെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. എന്താണ് ഞരങ്ങേണ്ടത്? എന്താണ് നമ്മൾ ഞരങ്ങുന്നത്? അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു വണ്ടി വേണം കർത്താവ്, നല്ലൊരു വീട് വേണം കർത്താവ്, എൻ്റെ മക്കളുടെ ഭാവി, അല്ലെങ്കിൽ ഞരങ്ങി കരഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. അതിന് പുസ്തകം പറയുന്നത് കേട്ടോ, അത് വേണ്ടെന്നല്ല. അതിനപ്പുറമായി ഒരു ഞരക്കം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകപ്പെടുന്നു. എന്താണ് ആ ഞരക്കമെന്നറിയാമോ? എന്നെ പുത്രനാക്കണമേ കർത്താവേ, എന്നെ പുത്രൻ്റെ സ്വരൂപത്തോടുകൂടി എന്നെ നീ ആക്കണമേ കർത്താവേ. ഇന്ന് പകലിൽ ഇതിനകത്ത് ആ ഞരക്കത്തിൻ്റെ ആത്മാവ് ഹല്ലേലൂയ ചിലരിലെങ്കിലും അത് വ്യാപരിക്കപ്പെടുന്നുണ്ട്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനെയാണ് ഹൃദയ പരിച്ഛേദന എന്ന് പറയപ്പെടുന്നത്. ഹൃദയത്തെ തമ്പുരാൻ കീറി ഞരങ്ങി പ്രാർത്ഥിക്കുന്നു, ദൈവമേ എനിക്കൊരു പുത്രത്വത്തിൻ്റെ ശരീരം ലഭിക്കപ്പെടുവാൻ, പുത്രത്വത്തിൻ്റെ ഹല്ലേലൂയ ശരീരം എൻ്റെ അകത്തളങ്ങളിൽ പ്രാപിക്കപ്പെടുവാൻ, എൻ്റെ ദൈവമേ എന്നെ നീ പുത്രനാക്കണമേ എന്നുള്ള ആഴമേറിയ ഞരക്കം ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വ്യാപരിക്കട്ടെ. അധികാരമുള്ളവന്റെ നാമത്തിൽ ജനത്തിന്റെ മേൽ ഈ ഞരക്കത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം വന്ന് നിറയേണ്ടതിന് ഞങ്ങൾ ആത്മാവിൽ സ്തോത്രം ചെയ്യുകയാണ്. എല്ലാ കുഞ്ഞുങ്ങളുടെ മേലോ, എല്ലാ അപ്പന്മാരുടെ മേലോ, എല്ലാ അമ്മമാരുടെ മേലോ ഈ ഞരക്കത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ ഒരു വലിയ ഞരക്കം ഇതിനകത്ത് വ്യാപരിക്കട്ടെ കർത്താവേ. എന്നെ പുത്രനാക്കി മാറ്റുന്ന ഒരു വലിയ ഞരക്കത്തിന്റെ ആത്മാവ് എനിക്കിന്ന് പകൽക്കാലം തരുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ജയം, രക്തത്താലും വചനത്താലും ജയം, രക്തത്താലും വചനത്താലും ജയം എടുക്കുന്നു, രക്തത്താലും വചനത്താലും ജയം. ഞാൻ ഈ വചനമകത്ത് കയറപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ തമ്പുരാനോട് ചോദിച്ചു, കർത്താവേ പ്രസംഗിക്കുന്ന എനിക്ക് ഈ ഞരക്കം ഉണ്ടായിട്ടുണ്ടോ? ഹല്ലേലൂയ. ഈ പറയുന്ന എനിക്ക് ഈ ഞരക്കം ഉണ്ടായിട്ടുണ്ടോ? തമ്പുരാൻ എന്നോട് പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്: നീ വചനം വായിക്കുമ്പോൾ എന്തിനാണ് കരയുന്നത് നിനക്കറിയത്തില്ല, പക്ഷെ നീ ഹല്ലേലൂയ കരയാറുണ്ട്. വണ്ടി ഓടിച്ചു പോകുമ്പോൾ എന്തിനാണ് കരയുന്നത് നിനക്കറിയത്തില്ല, പക്ഷെ നീ വണ്ടി ഓടിക്കുമ്പോൾ കരയാറുണ്ട്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നീ വെറുതെ ഇരുന്ന് കരയാറുണ്ട്, പക്ഷെ എന്തിനാണ് കരയെന്നറിയില്ല. ഒരാത്മഭാരം നിന്നെ വല്ലാതെ വേട്ടയാടുന്നില്ലേ? അതിൻ്റെ പേരാണ് ഈ ഞരക്കമെന്ന് പറയുന്നത്. നീ അറിയാത്ത സമയത്ത് ആത്മാവകത്തിരുന്നു കൊണ്ട് വിശുദ്ധന്മാർക്ക് വേണ്ടിയിട്ട് ആത്മാവ് നരങ്ങിക്കൊണ്ട് അനുദിനം പ്രാർത്ഥിക്കുന്നു. ദൈവഹിത പ്രകാരം നരക്കിക്കൊണ്ട് പറയുന്നു, ദൈവമേ ഇവനെ നീ പുത്രനാക്കണമേ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഇങ്ങനെ ഞരങ്ങപ്പെടുന്ന ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അവരുടെ ഉള്ളിനകത്ത് ഇതൊരു സ്ഫോടനമായി മാറപ്പെടും. ഇന്ന് പകലൊരു സ്ഫോടനമായി മാറപ്പെടും. കർത്താവേ എനിക്ക് ആ ഞരക്കമുണ്ടാകപ്പെട്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ആ ഞരക്കമുണ്ടാകണം, എൻ്റെ മക്കൾക്ക് ആ ഞരക്കമുണ്ടാകണം, എൻ്റെ ഭർത്താവിന് ആ ഞരക്കമുണ്ടാകണം. ആ ഞരക്കത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ഇതിനകത്ത് ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ലോകത്തെ വല്ലാതെ വലിച്ചിഴക്കപ്പെടുന്ന ഇരുട്ടിന്റെ സ്വാധീനത്തിന്റെ ശക്തികളുടെ നടുവിൽ ഇന്ന് പകൽ ഞങ്ങൾ ആത്മാവിൽ വിളിച്ചു പറയുന്നു, കർത്താവേ ആ ഞരക്കത്തിന്റെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആ ഞരക്കം ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ആ ഞരക്കത്തിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ആ ഞരക്കത്തിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കട്ടെ. കുറുകി ഞരങ്ങി കാത്തിരിക്കുന്ന എൻ്റെ കുറുമ്പ്രാവേ, നിന്റെ പ്രിയന്റെ ശബ്ദം ഇതാ വാനമേഘങ്ങളിൽ കേൾക്കാൻ പോകുന്നു. അതിനു മുമ്പ് നീ രൂപാന്തരം പ്രാപിക്കുവാൻ ഒരു ഞരക്കത്തിന്റെ ആത്മാവ്. യേശുവിന്റെ നാമത്തിൽ ജയം, 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 ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ ഈ അധ്യായത്തിനകത്ത് 3 ഞരക്കം ഇതിനു വേണ്ടി ഞരങ്ങുന്നുണ്ട്. 3 ഞരക്കങ്ങളാണ് പുസ്തകം. ഇതിനകത്ത് ഇതിൻ്റെ ഗൗരവത്തെ വെളിപ്പെടുത്തുന്ന 3 ഞരക്കങ്ങളാണ്. നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ ഞരക്കത്തെ വെളിപ്പെടുത്തുന്ന 3 ഞരക്കങ്ങളാണ് ഈ അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. 17-ാം വാക്യം മുതൽ വായിച്ചു വരുമ്പോൾ അവിടെ പറയുന്ന ഇപ്രകാരമാണ്: സകല സൃഷ്ടികളും ദൈവപുത്രന്മാരുടെ തേജസ് എന്ന് പറയപ്പെടുന്ന വീണ്ടെടുപ്പിന് വേണ്ടി ഹല്ലേലൂയ ഞരങ്ങിക്കൊണ്ട് അവർ കാത്തിരിക്കുന്നു. എന്തിനു വേണ്ടി? എൻ്റെയും നിങ്ങളുടെയും
വീണ്ടെടുപ്പിന് വേണ്ടി ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികളും ഹല്ലേലൂയ ഈറ്റുനോവോടുകൂടെ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? ഞാനും നിങ്ങളും ഒന്ന് ശരിയാകാൻ. ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാനും നിങ്ങളൊന്ന് ശരിയാകാൻ ആരൊക്കെ പ്രാർത്ഥിക്കുന്നു? നമ്മൾ ആ ബോധമില്ലെങ്കിലും നമുക്ക് വേണ്ടി സകല സൃഷ്ടികളും പ്രാർത്ഥിക്കുന്നു, ഞരങ്ങി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന മുഴുവൻ കർത്താവേ ഹല്ലേലൂയ, എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് മാറ്റം വരണമേ, ഹല്ലേലൂയ. സൃഷ്ടികൾ പ്രാർത്ഥിക്കപ്പെടുന്നു. യോമാർ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാലേ ഞങ്ങളും രക്ഷപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് വ്യാപരിച്ചിരിക്കുന്ന ഒരു ദ്രവത്തിൻ്റെ ശക്തിയുണ്ട്. ആ ദ്രവത്വം ഞങ്ങളിൽ നിന്ന് മാറിപ്പോകണമെങ്കിൽ ഇവർ വീണ്ടെടുക്കപ്പെട്ടേ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട എന്നോട് ആത്മാവ് ഒരു ദൂത് വിളിച്ച് പറയാൻ പറയുന്നു. നീ ഒന്ന് ആത്മാവിൽ റെഡിയാകപ്പെടുമ്പോൾ ചില ഹല്ലേലൂയ കാത്തിരിക്കുന്ന ചില മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ചിലർക്ക് ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നത് പോലെ ദൈവം നിന്നിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നു. നീ ഒന്ന് മാറി ആത്മാവിൽ മാറപ്പെടുമ്പോൾ നിന്റെ വീട്ടിനകത്ത് ചില അത്ഭുതങ്ങളെ കൊണ്ടുവരുവാൻ എൻ്റെ ദൈവം കണ്ടിരിക്കുന്ന വ്യക്തി നീയാണെന്ന് പരിശുദ്ധാത്മാവ് എന്ന പകലിൽ ആലോചന പറയുകയാണ്. ചേർന്ന് കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി പറ, ഞാനൊന്ന് റെഡിയായാൽ ചിലതെന്റെ വീട്ടിനകത്ത് റെഡിയാകപ്പെടും. ഓ ഗ്ലോറി 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 ഗ്ലോറി. ആത്മാവെന്ന ദൂത് കൈമാറപ്പെടുന്നു. യോനയോട് ദൈവം പറയുന്ന ഇപ്രകാരമാണ്, നീ സർദീസിലേക്ക് പോകേണ്ടവനല്ല, നീ നിനവിലേക്ക് പോകേണ്ടവനാണ്. നീ ഒന്ന് റെഡിയായാൽ ഈ കോളിളക്കങ്ങളെല്ലാം ഒന്ന് ശാന്തമാകപ്പെടും. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം. ആരുടെയൊക്കെ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ആലോചന പറയുന്നു. നിന്റെ വീടിനെ ഇളക്കി മറിക്കുന്ന ചില ഇരുട്ടിന്റെ സ്വാധീനത്തെ അഴിച്ചു മാറ്റാൻ മറ്റൊരാളെയല്ല തമ്പുരാൻ കണ്ടിരിക്കുന്നത്. നിന്റെ മേലാണ് ആ അഭിഷേകം കിടക്കുന്നത്. തിരിച്ചറിയുന്നവർ ആ കരങ്ങളെ ചേർത്തടിച്ച് ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കയറി വരാൻ തയ്യാറുണ്ടെന്ന് ആരൊക്കെ പറയുവാൻ തയ്യാറുണ്ടോ അവിടെ ജീവിതത്തിൽ അകത്തളങ്ങൾ വലിയ മാറ്റങ്ങൾ പരിശുദ്ധാത്മാവ് ഈ പകലിൽ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓ റീമാന ശാന്തരാധര അടമന ഘടകസി അന്തരാധരാധര അർത്ഥനാഥകൽ പ്രബടമന ഘടക. അതെ 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 അന്നമാന. പ്രിയ സഹോദര, നിന്നിൽ കൂടിയാണ് നിന്റെ വീടിന്റെ വലിയ വീണ്ടെടുപ്പ് കിടക്കപ്പെടുന്ന. മോശെ മോശെ നിന്നിൽ കൂടിയാണ് ദൈവപ്രവൃത്തി മിസ്രയീമിൽ ചെയ്യാനിരിക്കുന്ന 10 അത്ഭുതങ്ങൾ നിന്നിൽ കൂടിയാണ് ചെയ്യാനിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ആ ജനത്തിന് മുമ്പിൽ നിന്നെയാണ് ദൈവം കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നീ ഒന്ന് റെഡിയാക. ഓ ഡാമാന ശാന്താരഗജ റൈഡാമാന ശാന്തരാധര ഉടമന ഘടകതി അന്തരാധരാധര. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോട് സ്തുതി. ഒന്നാമത്തെ ഞരക്കമുറം പറയുന്ന ഇപ്രകാരമാണ്, ഹല്ലേലൂയ, ഞങ്ങളുടെ ദ്രവത്വം മാറണമെങ്കിൽ ഇവനൊന്ന് ശരിയായേ മതിയാകൂ, ഇവരൊന്ന് ശരിയായേ മതിയാകൂ എന്ന് പറഞ്ഞ് സകല സൃഷ്ടികളും ഞരങ്ങുന്നു. ഹല്ലേലൂയ. രണ്ടാമത്തെ ഞരക്ക 27-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്ന ഇപ്രകാരമാണ്, ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ അറിയാത്തത് കൊണ്ട് ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ഉള്ളി ഞരങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇവനെ നീ ഒന്ന് ദൈവപുത്രന്മാരാക്കണമേ. മനസ്സിലാകുന്നുണ്ടോ? അത്രയും എഫർട്ട് എടുത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആരൊക്കെ പ്രാർത്ഥിക്കുന്നു? ആത്മാവ് പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, സകല സൃഷ്ടികളും പ്രാർത്ഥിക്കുന്നു. വല്ല ബോധവും നമുക്കുണ്ടോ? ഹല്ലേലൂയ. എന്തായിത്തീരാൻ? യേശുവിനെ പോലെ ആയിത്തീരാൻ. ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നു മുതലെങ്കിലും പ്രാർത്ഥിക്കണം. പ്രാർത്ഥനാ വാചകത്തിനകത്ത് ഒരു പ്രാർത്ഥനാ വാചകമെങ്കിലും ചേർക്കണം. കർത്താവേ, എന്നെ നീ പുത്രനാക്കി മാറ്റണമേ. ആ വീണ്ടെടുപ്പിൻ്റെ പദ്ധതിയിൽ നിന്ന് ഞാൻ തകർന്നു പോകാതിരിപ്പാൻ, ആ വീണ്ടെടുപ്പിൻ്റെ പദ്ധതിയിൽ നിന്ന് ഞാൻ ഉടഞ്ഞു പോകാതിരിപ്പാൻ എൻ്റെ എപ്പോഴത്തെയും പ്രാർത്ഥനയ്ക്കകത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഇവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഈ വിശ്വാസ കോളത്തിനകത്ത് പലരും തകർന്നു കൊണ്ടിരിക്കപ്പെടുമ്പോൾ, പലരും വീണ്ടുകൊണ്ടിരിക്കപ്പെടും
പീഡിപ്പിക്കപ്പെടുമ്പോൾ എൻ്റെ ഭർത്താവിനെ വിശ്വാസത്തിൽ നിർത്തണമേ, അവനെ നീ പുത്രനെ പോലെ ആക്കണമേ. അല്ല, എൻ്റെ മക്കളെ നീ പുത്രനെ പോലെ ആക്കണമേ, എന്നെ നീ പുത്രനെ പോലെ ആക്കണമേ. പ്രാർത്ഥന ഉയരേണ്ട കാലമാണ്. തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം. വല്ലാത്തൊരു കോലല്ലിയ ലോകത്തിൽ വല്ലാത്ത നിലയിൽ പെന്തക്കോസിന്റെ അനുഭവം വെക്കൊണ്ടിരിക്കപ്പെടുമ്പോൾ അനുഭവമുള്ള ഒരു തലമുറ ഈ പട്ടണത്തിൽ വേർപാടിന് വേണ്ടി നിൽക്കുവാൻ, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുവാൻ, യേശുവിനെ പോലെ ആയിത്തീരുവാൻ ഒരു വീണ്ടെടുക്കപ്പെട്ട തലമുറയെ തമ്പുരാൻ ഈ പ്രാർത്ഥനയ്ക്കകത്ത് പുറത്തെടുക്കുകയാണ്. തിരിച്ചറിയുന്നവർക്ക് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കരങ്ങളെ ചേർത്തടിച്ച ആത്മഭാരത്തോടെ നമുക്ക് പറയാം, യേശുവേ എന്നെ നീ നിന്നെ പോലെ ആക്കണമേ. ഗ്ലോറി 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 ഗ്ലോറി. യേശുവിന്റെ നാമത്തിൽ ചിലതിനെ രൂപാന്തരപ്പെടുത്തുന്ന പകലായി മാറട്ടെ, ചിലതിനെ രൂപാന്തരപ്പെടുത്തുന്ന പകലായി മാറട്ടെ, ചിലതിനെ രൂപാന്തരപ്പെടുത്തുന്ന പകലായി മാറട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. ഈ തലമുറയിൽ എന്നെ നീ പുത്രനാക്കി മാറ്റണമേ, എന്നെ നീ പുത്രനാക്കി മാറ്റണമേ, എന്നെ നീ പുത്രനാക്കി മാറ്റണമേ. അതിന്റെ വാഗ്ദത്തമാണ് നിന്റെ അകത്ത് കിടക്കുന്നത്. നിന്നെ തകർത്തികളയാൻ ഒരു പിശാചിനും പറ്റില്ല. യോസേപ്പേ, ഈ പൊട്ടക്കുഴി കൊണ്ട് നീ തീരത്തില്ല. നിന്റെ മേൽ കിടക്കുന്ന ദൂത് വലുതാണ്, നിന്റെ മേൽ കിടക്കുന്ന പ്രവചനം വലുതാണ്, നീ കണ്ട സ്വപ്നം വലുതാണ്, നിന്നെ കുറിച്ചുള്ള ഉദ്ദേശം വലുതാണ്. യേശുവിന്റെ നാമത്തിൽ ചില പൊട്ടക്കുഴിക്കകത്ത് ജനത്തെ തള്ളിയിട്ട്, ജനത്തെ പൊട്ടക്കുഴിയിലേക്ക് വലിച്ചു കൊണ്ടുപോയി ജനത്തെ ഇല്ലാതെയാക്കി കളയുവാൻ ഇരുട്ടിന്റെ സ്വാധീനങ്ങൾ ചിന്തിക്കപ്പെടുന്ന പദ്ധതിക്കകത്തുകളിൽ നിന്ന് ഇന്ന് പകൽ ഈ തലമുറ പുറത്തു വരട്ടെ, ആത്മഭാരത്തോടെ പുറത്തു വരട്ടെ. എനിക്ക് എന്റെ യേശുവിനെ പോലെ ആയിത്തീരുവാൻ കൃപ 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 കൃപ. യേശുവിനെ പോലെ സംസാരിക്കുവാൻ, യേശുവിനെ പോലെ കാണുവാൻ, യേശുവിനെ പോലെ ഇടപെടുവാൻ, യേശുവിനെ പോലെ അല്ല മറ്റുള്ളവരുമായി സഹകരിക്കുവാൻ ഒരു വലിയ ആത്മഭാരം. Hallelujah, 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 hallelujah. അക്കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഒരു ദൂത് പരിശുദ്ധാത്മാവിനെ ഡിവൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകപ്പെടുന്നു. യോസേപ്പിന് കണ്ട ആ ദൈവം അവനെക്കുറിച്ച് കണ്ട ഉദ്ദേശത്തിനനുസരിച്ച് ദൈവം അവനൊരു സ്വപ്നം കൊടുത്തു. ഒരു സ്വപ്നം കൊടുത്തു, അതൊരു പേപ്പറിൽ എഴുതി. രണ്ടാമത്തെ സ്വപ്നം കൊടുത്തു, അതൊരു പേപ്പറിൽ എഴുതി. എല്ലാം കൂടി ഒരു പേപ്പറിൻ്റെ ഒരു ഭാഗത്തിൽ എഴുതി വെക്കാൻ പറ്റുന്ന രണ്ട് സ്വപ്നങ്ങൾ. ഹല്ലേലൂയ. ആ സ്വപ്നങ്ങളെ രണ്ടും ഹല്ലേലൂയ പേപ്പറിൽ എഴുതി ഹല്ലേലൂയ പോക്കറ്റിൽ വെച്ചു. തൻ്റെ സഹോദരന്മാരെ തേടി പോകപ്പെട്ടു. അവർക്ക് ആഹാരം കൊടുക്കുവാനായി അപ്പൻ പറഞ്ഞ വാക്ക് കേട്ട് സ്വത്രമലി ഇറങ്ങിത്തിരിക്കപ്പെട്ടു. പോകുന്ന വഴിയിൽ ദൂരവെ വെച്ച് കണ്ടിട്ട് പറഞ്ഞു, ഇതാ വരുന്നു സ്വപ്നക്കാരൻ, ഇതാ വരുന്നു ദർശനമുള്ളവൻ, ഇതാ വരുന്നു ദൈവ പദ്ധതിക്കുള്ളവൻ എന്ന് പറഞ്ഞവൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞ് അവനെ പിടിച്ചു കുഴിക്കകത്തേക്ക് ഇട്ടുകളഞ്ഞു. ഹല്ലേലൂയ. കുഴിക്കകത്ത് കിടന്നുകൊണ്ട് യോസേപ്പ് മുകളിലോട്ട് നോക്കപ്പെടുമ്പോൾ പ്രതീക്ഷ മുഴുവനും നഷ്ടപ്പെട്ട യോസേപ്പ് ദൈവത്തോട് ഇങ്ങനെ കരഞ്ഞു പറഞ്ഞു കാണും, എൻ്റെ ഭാഷയാണ്, ഇങ്ങനെ പറഞ്ഞു കാണും, ദൈവമേ ഈ പൊട്ടക്കുഴിയിൽ വീഴാൻ വേണ്ടിയിട്ടാണോ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സ്വപ്നത്തിൻ്റെ എഴുത്തുകൾ? മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. അവൻ ഉയരത്തിലേക്ക് നോക്കുമ്പോൾ കണ്ടൊരു കാഴ്ച, ഉയരത്തിൽ കത്തിക്കാളി നിൽക്കപ്പെടുന്ന സൂര്യൻ്റെ പ്രകാശം. ഹല്ലേലൂയ. കത്തിക്കാളി നിൽക്കപ്പെട്ടു. അവൻ ഹല്ലേലൂയ പേപ്പറിലേക്ക് നോക്കപ്പെട്ടപ്പോൾ രണ്ടാമത്തെ സ്വപ്നത്തെ കാണുന്നു. ഹല്ലേലൂയ. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്നെ നമസ്കരിക്കുന്ന ഒരു കാലമുണ്ട്. ഇന്ന് പകൽ ഞാൻ ഇപ്രകാരം വിളിച്ചു പറയൂ, ഇന്നലകൾ കേട്ട ദൂത് ഇന്ന് പകൽക്കാലം ആവർത്തിച്ച് കേൾക്കപ്പെടുന്നു. വാട്സപ്പിലെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. യോസേപ്പിന്
മനസ്സിലായി, ഈ കുഴി കൊണ്ട് ഞാൻ തീരുകയല്ല, ഈ കുഴിയിൽ നിന്ന് എന്നെ പുറത്തെടുക്കുവാൻ ദൈവം തന്റെ കരത്തെ ചലിപ്പിക്കപ്പെടും. ഇന്ന് പകൽ എന്നോട് ആത്മാവ് ദൂത് പറയാൻ പറയപ്പെടുന്നു. ആണ്ടികൾക്ക് മുമ്പ് നിന്നോട് പറഞ്ഞ ദൂത്, നിന്റെ തലമുറയോട് പറഞ്ഞ ദൂത് ഇന്ന് പകൽക്കാലം നീ ആവർത്തിച്ച് കേൾക്കുന്നെങ്കിൽ, നിന്റെ ആത്മമണ്ഡലത്തിൽ അത് തൊടുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ ഈ കുഴി കൊണ്ട് തീരാൻ പോകുന്നില്ല. സഹോദരങ്ങൾ തകർക്കാൻ നോക്കിയെടുത്തു നിന്ന് എന്റെ ദൈവം എന്നെ ഉയർത്തുകൊണ്ടുവരുമെന്ന് തിരിച്ചറിയുന്നവരുടെ കരങ്ങളെ ചേർത്തടിച്ച് ശക്തിയോടെ ഇന്ന് പകൽ ഹല്ലേലൂയ ദൈവത്തെ ആരാധിച്ചു തുടങ്ങട്ടെ. ഇന്ന് പകൽ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് എന്നോട് ആത്മാവ് വ്യക്തമാക്കാൻ പറയുന്നു. 6 പരം കുടുംബങ്ങൾക്കകത്തളങ്ങളിൽ ഒരു വലിയ ചേഞ്ച് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വരുത്താൻ പോകുകയാണ്. ആത്മഭാരത്തോടുകൂടെ നീ ഇതിനകത്ത് കയറി വന്നു. ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ തലമുറയിൽ എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി മാറിത്തുടങ്ങും. ഈ കുഴിയുടെ അനുഭവം മാറിത്തുടങ്ങും. ഈ വേദനയുടെ അനുഭവം മാറിത്തുടങ്ങും. ഈ പ്രതിസന്ധിയുടെ അനുഭവം മാറുവാൻ സമയമായെന്ന് വഴിമുട്ടി നിന്ന ജനത്തിന്റെ നടുവിൽ എന്റെ ദൈവം കിഴക്കൻ കാറ്റടിപ്പിച്ച് അങ്ങറ്റത്തൊരു ചുഴലിക്കാറ്റടിപ്പിച്ച് സമുദ്രത്തെ രണ്ടായിട്ട് കീറി അതിനകത്തുകൂടി ഒരു വഴി തുറന്ന് പദ്ധതി ഉള്ളവനെ അപ്പുറത്ത് കൊണ്ടുപോയെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്നെ ആറുകരയിൽ എത്തിക്കുവാൻ എന്റെ ദൈവം കൂടെയുണ്ട്. രക്തം വചനം ചെയ്യ, 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 രക്തം വചനം ചെയ്യ. ഓ ശാന്തരാധര അടമനകടകതി അന്തരാധരാധര പിടിച്ചു വലിച്ചു കുഴിക്കകത്തിടുന്നത് പോലെ നിന്റെ ശുശ്രൂഷയെ പിടിച്ചൊതുക്കി തകത്ത് ഹല്ലേലൂയ ഒതുക്കി കുഴിക്കകത്ത് ബന്ധിക്കുന്നത് പോലെ ഹല്ലേലൂയ കുഴിക്കകത്ത് നിന്ന് കയറി വരപ്പെടുന്ന ചില അശുദ്ധാത്മാക്കളുടെ വ്യാപാരത്തെ യേശുവിന്റെ നാമത്തിൽ വെട്ടിക്കളയുന്നു. ദൈവസഭയെ അതിന്റെ നിലയിൽ ഓ റിമാന റാന്ധരാധരാധര ആളിക്കത്തുന്ന കുഴിക്കകത്ത് നിന്ന് വ്യാപാരങ്ങൾ തൊടുത്തുവിട്ട് ദൈവസഭയുടെ വളർച്ചയെ മുരടിപ്പിക്കപ്പെടുന്ന ഇരുട്ടിന്റെ സ്വാധീനത്തിന്റെ ശക്തിയെ ഈ പകൽ ദൈവജനം ആത്മാവിൽ ജയിക്കട്ടെ. കൃപ 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 നിന്റെ തലമുറയ്ക്കെതിരെ ചെയ്തു വെക്കപ്പെടുന്ന, നിന്റെ തലമുറയ്ക്കെതിരെ ചെയ്തു വെക്കപ്പെടുന്ന, ദൈവസഭയ്ക്കെതിരെ ചെയ്തു വെക്കപ്പെടുന്ന ചില ഇരുട്ടിന്റെ കുഴിക്കളെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ തീ ഇറങ്ങി അതിനെ ദഹിപ്പിച്ച് കളയട്ടെ, ഇല്ലാതെയാക്കി കളയട്ടെ. യേശുവിന്റെ നാമത്തിൽ കത്തിക്കാളുന്ന തീപ്പടലം പോലെ ഹല്ലേലൂയ കത്തിപ്പാളുന്ന തീ പോലെ ഉയരപ്പെടുന്ന ഇരുട്ടിന്റെ സ്വാധീനത്തെ ആത്മാവിൽ വെട്ടിക്കളയുക. കൃപ 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 യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ 24 മണിക്കൂർ കത്തുന്നത് പോലെ ഒരു തീനാളം ദൈവസഭയ്ക്ക് വിരോധമായി ഒരു ആഴിയുടെ ശക്തി അല്ലെ കത്തിക്കൊണ്ടിരിക്കുന്ന വെളിപ്പാട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവെന്ന് വെളിപ്പാടിൽ ദർശിക്കപ്പെടുമ്പോൾ ഇന്ന് പകൽ സഭ ഒരുമിച്ച് ആത്മാവ് സടകുടം എഴുന്നേൽക്കപ്പെടുമ്പോൾ ആ തീ അണഞ്ഞു പോകും. ആത്മാവിൽ അത് അണഞ്ഞു പോകും. ഓ അണയുന്തോറും അതിനകത്തേക്ക് നെയ്യൊഴിച്ച് ആ തീയെ വീണ്ടും ആളി കത്തിക്കുന്നത് പോലെ ഇരുട്ടിന്റെ സ്വാധീനത്തെ അഴിച്ചുവിടുന്ന ഇരുളിന്റെ ശക്തിയെ യേശുവിന്റെ നാമത്തിൽ ദൈവസഭയായി ശാസിക്കുക. കൃപ 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 ഓ റിബരഗഡംദര ജാലകരംധേ റിഗജാരമന രംധേ റിഗജ ശബരാധകരംധ പ്രൗഢമനാധകരെ ഹർത്തമനംധേ റിഗജാരഗര യേശുവിന്റെ നാമത്തിൽ ഈ ദിശയിൽ നിന്ന് വെളിപ്പെട്ടു വരുന്ന ഒരു തീഗോളം പോലെ ഈ ദിശയിൽ നിന്ന് ഈ ദൈവസഭയ്ക്ക് വിരോധമായി വെളിപ്പെട്ട് ഉയർന്നു പൊങ്ങുന്ന ആ തീപന്തത്തെ ഇന്ന് പകൽ ഞങ്ങൾ ആത്മാവിൽ മടക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ മടങ്ങിപ്പോകുക. വെളിപ്പാടിൽ കാണുന്നു ഈ ദിശയിൽ നിന്ന് ഒരു തീഗോള ദൈവസഭയ്ക്കകത്തേക്ക് കയറി വന്ന് ദൈവസഭയുടെ ആത്മമണ്ഡലത്തെ പിടിച്ചൊതുക്കപ്പെടുന്ന ആ
വളർച്ചയെ പിടിച്ചൊതുക്കപ്പെടുന്ന ഇരുട്ടിന്റെ സ്വാധീനത്തെ ആത്മാവിൽ മടക്കുകയാണ്. കൃപ 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 ഉടബര ബര ബര ദിരബല ബല ബല ശംബരാബര ഉടലബര മന ശംബരാബരാബര. യേശുവിന്റെ നാമത്തിൽ ജയം. ഉടമന ശംബരാബര അടയാ റമന റംധാര ഗജാരി ബലഗടഗതി. യേശുവിന്റെ നാമത്തിൽ ദൈവസഭ ശക്തിയോടെ ആരാധിച്ചു. ഇന്ന് പകൽക്കാലം ഒരു വലിയ വിടുതൽ, ഇതിനകത്തൊരു ആത്മാവിന്റെ വിടുതൽ, ഇതിനകത്തൊരു ആത്മാവിന്റെ വിടുതൽ. അഷാറാമന അഭിഷേകമുള്ള തലമുറ പുറത്തു വരട്ടെ, അഭിഷേകമുള്ള തലമുറ പുറത്തു വരട്ടെ. ഒരു യേഹൂവിനെ പോലെ അഭിഷേകമുള്ള തലമുറ ഇന്ന് പകലിൽ പുറത്തു വരട്ടെ. ഓ കൃപ 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 കൃപ. സെരുബാബേലിന്റെ മുന്നിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ സമഭൂമിയാകും. ഡബാല റംധരാജ രാധ 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 ഉടയാ രമന രമന ശംഭരാധ രാധര ഉടയാ രമന റംധേരിക ജൽ പ്രൗഢമനഘടഗതി അർത്ഥൽ പ്രൗഢമനഘടഗതി അന്തരാധ രാധര ഉടയാ രമന ശംഭരാധ രാധര. യേശുവിന്റെ നാമത്തിൽ ജയം, 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 യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രക്തം വചനം ജയം, രക്തം വചനം ജയം, രക്തം വചനം ജയം, രക്തം വചനം ജയം. രക്തത്താലും വചനത്താലും ജയം എടുക്കുകയാണ്. ഓ ഹല്ലേലൂയ. റബ റബ ലബ 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 റബ 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 ചുടവരഘടക വരഘടകതി ആലഘടകതി അന്ധരാധരാധരാധരാധരാധരാധര ഉടവരഘടകതി ആലഘട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹോരി ബര 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 ശബരഘടക ബരഘടക മനഘടകതി ഉടമനഘടകതി ആലഘടകതി അന്ധരാധരാധര. വാറ്റത്തമുള്ള കുടുംബങ്ങൾ പുറത്തു വരട്ടെ, വാറ്റത്തമുള്ള തലമുറകൾ പുറത്തു വരട്ടെ, ദൈവകൃപയുള്ള തലമുറകൾ പുറത്തു വരട്ടെ, ദൈവ പദ്ധതിയുള്ള കുടുംബങ്ങൾ പുറത്തു വരട്ടെ, ദൈവസഭയ്ക്കകത്ത് ദൈവ കുടുംബങ്ങൾ ഹല്ലേലൂയ ആത്മാക്കളുടെ വലിയ ഒഴുക്ക് ഇതിനകത്തേക്ക് കയറി വരട്ടെ. ഹല്ലേലൂയ. ഇന്നേക്ക് അടവന പുറകിലോട്ട് തിരിഞ്ഞ് ഹടമനഘടകതി അടയാ റമനഘടകതി 3 ഘട്ടങ്ങളിലായി ദൈവസഭയെ ഒതുക്കിക്കളയപ്പെട്ട ഇരുട്ടിന്റെ സ്വാധീനത്തിന്റെ ശക്തിയെ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വെട്ടിക്കളയുകയാണ്. ഓ റിമന റംഭരാധര 3 ഘട്ടങ്ങളിലായി ദൈവസഭയുടെ വളർച്ചയെ പിടിച്ചൊതുക്കപ്പെട്ട ജാതീയ ശക്തിയുടെ വെല്ലുവിളിയെ ആത്മാവിൽ വെട്ടിക്കളയുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരു പ്രാവശ്യം അണച്ചു കളഞ്ഞു, 2ാം പ്രാവശ്യം തീ കത്തിച്ചു, അത് വീണ്ടും അതിനെ അണച്ചോ, അല്ല വീണ്ടും അതിനെ അണച്ചോ, 3 ഘട്ടം അണച്ചിട്ടോ. ഹല്ലേലൂയ. ഇതിനെ തകർത്തിട്ടേ ഒതുങ്ങുകയുള്ളെന്ന് പറഞ്ഞ് വാദിച്ച് കയറി വരുന്ന ഇരുട്ടിന്റെ സ്വാധീനത്തെ യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ വെട്ടിക്കളയുക. ഓ Glory. കൃപ 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 ദൈവ കൃപ ദൈവ കൃപ ദൈവ കൃപ. ഓ റിബാല റമന ശംബരാധരാധരാധര അടമനഘടകതി അന്തരാജകൽ പ്രവിടമനഘടകതി അടമനഘടകതി അന്തരാദികൾ പ്രവിടമനഘടകതി അർത്ഥൽ പ്രവിടമനഘടകതി അന്തരാദകൾ പ്രവിടമനഘടകതി അടയാ റമന ഘടകസ്യ അന്തരാജകൽ പ്രവിടമനഘടകതി അട്ടമന അധിപന റമന റംധരേജികൾ പ്രവിടമനഘടകതി. യേശുവിന്റെ നാമത്തിൽ ദൈവജനം ഒരുമിച്ച് ആർത്ത് സ്തോത്രം ചെയ്യപ്പെടുമ്പോൾ തീ കത്തിക്കൊണ്ട് ഒന്ന് ഇവിടെ നിന്ന് ഓടി മറയുകയാണ്. നിന്റെ കുടുംബത്തിന്റെ ഉന്നതത്തിന് വിരോധമായി വെളിപ്പെട്ട ഇരുട്ടിന്റെ സ്വാധീനത്തെ ഇന്ന് പകൽ ആത്മാവിന്റെ തീയാൽ ഇന്ന് പകൽക്കൽ അതിനെ കത്തിച്ച് ഹടമനഘടകതി ആ ഇരുട്ടിന്റെ സ്വാധീനത്തെ ദൈവത്തിന്റെ ന്യായവിധി കൂടെ തീ അതിനകത്തേക്ക് ചലിച്ച് അതിനെ കരിച്ചു കളയട്ടെ.
യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം. സാത്താന്യ ശക്തിയെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. സാത്താന്യ ശക്തികൾ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമ ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. ബുദ്ധിക്കതീതമ ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുയൻ കൂടെയുള്ളതാ. ആമേ, സാധ്യമേ, എന്നേശു കൂടെയുള്ളതാ. അസാധ്യമാ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരോ. അസാധ്യമാ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരോ. ബുദ്ധിക്കതീതമ ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളി നടത്തുന്നു. ബുദ്ധിക്കതീതമ ശക്തികളാൽ എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാ സാധ്യമേ, എല്ലാ ഓ സാധ്യമേ, എല്ലാ ഗ്ലോറി. ഓ സാധ്യമേ, ഉടപരഘടകമനാശമനാദപരയിടമനച്ചുലഘടകബി ഡബലഘടകംധരജാലകറാം ധേരിക ജലവലഘടകതി അടമനഘടകതി അന്ധരാധകൾ പ്രൗഢമനഘടകതി. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ ഇന്ന് പകൽ ഞങ്ങൾ ഇരുട്ടിൻ്റെ സ്വാധീനങ്ങളെ ജയിക്കുകയാണ്, അന്ധകാരത്തിൻ്റെ സ്വാധീനങ്ങളെ ജയിക്കുകയാണ്. ഞങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി, ഞങ്ങളുടെ കുടുംബങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി, ഞങ്ങളുടെ തലമുറയെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി, ദൈവസഭയെക്കുറിച്ചുള്ള ദൈവിക ദീർഘവീക്ഷണത്തിൻ്റെ ദൈവിക പദ്ധതിയിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങൾ കയറി വരട്ടെ. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്ക് നമ്മൾ എത്തപ്പെടുവാൻ സ്തോത്രം ഇന്ന് പകൽ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. അതിനു വേണ്ടിയിട്ട് ഹല്ലേലൂയ വലിയ ഞരക്കം നമുക്ക് ആവശ്യമാണ്. ആ ഞരക്കത്തിൻ്റെ ആത്മാവിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ ആ ഞരക്കത്തിൻ്റെ ആത്മാവിനാൽ നീ എന്നെ ഒന്ന് നിറയ്ക്കണമേ, ആ ഞരക്കത്തിൻ്റെ ആത്മാവിനാൽ നീ എന്നെ ഒന്ന് ശക്തീകരിക്കണമേ. എല്ലാ കണ്ണുകൾ ദൈവത്തിൽ അടയട്ടെ. ഈ വചനം ഇങ്ങനെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു മുഖപര ഭാഗം പോലെ എനിക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് ഒരുമിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച്
നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നു പകൽ ഈ ഞരക്കത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വരണം. എൻ്റെ മേൽ വന്ന് എന്നെ പുത്രനാക്കുന്ന ആ വലിയ ഞരക്കത്തിൻ്റെ ആത്മാവ്. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, എനിക്കും നിങ്ങൾക്കും ഞാനും നിങ്ങളും മനസ്സുകൊണ്ട് ഞരങ്ങിയാൽ ആ ഞരക്കം നമ്മുടെ മനസ്സിൽ വരത്തില്ല. എന്നാൽ ആത്മാവ് നമ്മളെ ഞരക്കിയെങ്കിൽ മാത്രമേ ആ ഞരക്കത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുകയുള്ളൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒരുമിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കുക. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഇന്ന് പകൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ആ വചനത്തിൻ്റെ ശക്തമായ ദൈവിക സന്ദേശം ഇന്ന് പകൽ നാം കേൾപ്പാനിടയായല്ലോ. ആഴമേറിയ ദൈവിക ദൂതുകൾ ഇന്ന് പകൽ വചനത്തിലൂടെ കർത്തദാസനിലൂടെ ദൈവാത്മാവ് കൈമാറി. ഇന്ന് പകൽ ദൈവസഭയ്ക്കെതിരെ വെല്ലുവിളിക്കുന്ന ഇരുട്ടിൻ്റെ മണ്ഡലങ്ങളെ ആത്മാവ് വെട്ടിയതിനായിരുന്നു വിശ്വസ്തോത്രം ചെയ്താട്ട്. ദൈവം ചില ജയം തന്നതിനായി സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. കത്തി നിൽക്കുന്ന ചില ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളെ ആത്മാവ് ഈ പകൽ വെട്ടിയതിനാൽ ഒരു നിമിഷം വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യാമോ? ആ വിടുതൽ പ്രത്യക്ഷത്തിൽ നാം കാണാൻ പോകുന്നതിനാൽ, ഈ സഭാമണ്ഡലത്തിൽ വെളിപ്പെടാനതിനായി, ശുശ്രൂഷ തലങ്ങൾ വെളിപ്പെടുന്നതിനായി ആത്മാക്കൾ ഹല്ലേലൂയ അതിനെ കടന്നുവരവിന് തടസ്സമായി, ദൈവപ്രവർത്തികൾക്ക് തടസ്സമായി, ദൈവിക വിടുതലുകൾക്ക് തടസ്സമായി തല ഉയർത്തി നിൽക്കുന്ന, പത്തി വിടർത്തി നിൽക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ ഇന്ന് പകൽ ആത്മാവ് വെട്ടേണ്ടതിനെ വെട്ടുവാൻ, കുത്തേണ്ടതിനെ കുത്തുവാൻ, ചെയ്യേണ്ടതിനെ ചെയ്യുവാൻ, ശാസിക്കേണ്ടതിനെ ശാസിപ്പാൻ, അടിക്കേണ്ടതിനെ അടിക്കാൻ ദൈവത്തിന്റെ കരമിപ്പക ചലിക്കേണ്ടതിനായി ഒരു നിമിഷം കൊണ്ട് സ്തോത്രം ചെയ്യട്ടെ. ആ ദൈവിക പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ, ആ ദൈവത്തിന്റെ കരുതലിന്റെ കരം നമ്മുടെ മേൽ ചലിക്കപ്പെടണമെങ്കിൽ, മാനസാന്തരപ്പെട്ട് മനുഷ്യകളിൽ ആദ്യത്തെ പ്രവൃത്തി ചെയ്യണമെന്ന് ഇന്ന് പകൽ ആദ്യത്തെ ആ പ്രവൃത്തി ചെയ്യുവാൻ ഹല്ലേലൂയ നമ്മെ വിളിച്ചിറക്കിയ നാളിലെ അതേ ഹല്ലേലൂയ ആ പ്രവൃത്തിയിലേക്ക്, ആ ഞരക്കത്തിലേക്ക് ആ പ്രവൃത്തി ചെയ്യുവാൻ നമ്മുടെ അകത്തെ മനുഷ്യൻ ഇന്ന് പകൽ ഒരു ഞരക്കത്തിന്റെ അനുഭവത്തിലേക്ക് മടങ്ങി വരട്ടെ. ഒരു ഞരക്കം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ ആ ഞരക്കം അത് വെളിപ്പെട്ടു വരട്ടെ. അതിനായി നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് നാം എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ പകൽ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുമല്ലോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവാം ദൈവമേ, നല്ല മധ്യാഹ്നത്തിനായി ഞങ്ങളെങ്കിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഉപവാസത്തിൻ്റെ രണ്ടാം പകൽക്കാലം ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവമേ അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കുവാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കി തന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വീണ്ടും ഞങ്ങളെ തന്നെ അപ്പൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. പുത്രത്വത്തിൻ്റെ കർത്താവെ ഹല്ലേലൂയ പൂർണ്ണത പ്രാപിപ്പാനുള്ള ഞരക്കത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ജഡത്തോടും ആത്മാവിനോടും പോരാടുന്ന എല്ലാ പ്രതികൂലങ്ങളെ, ശത്രുവിൻ്റെ തന്ത്രങ്ങളെ ജയിച്ചുകൊണ്ട് കർത്താവെ ദൈവസന്നിധിയിൽ അനന്യരും പരമാർത്ഥികളും കർത്താവിൻ്റെ നിഷ്കളങ്ക മക്കളുമായി മുന്നേറേണ്ടതിന് തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കുന്ന ദൈവമാണല്ലോ കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ അഭിഷിക്തനെ ദൈവശക്തിയോടെ കരങ്ങളിലെടുത്ത് ഞങ്ങളുടെ മധ്യേ ഉപയോഗിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഹല്ലേലൂയ. അന്യായ അന്ധകാര മണ്ഡലങ്ങൾ, പൈശാചിക പോരുകൾ അതിൻ്റെ മേൽ കർത്താവേ ഈ പകൽക്കാലവും ഞങ്ങൾക്ക് ദൈവം ജയം പകർന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവസഭയായി ഞങ്ങൾക്ക് കർത്താവേ ഹല്ലേലൂയ ഐക്യതയോടെ ഏകമനസ്സോടെ കർത്താവേ ഹല്ലേലൂയ അവിടുന്ന് വിളിച്ചതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്ക് നടത്തപ്പെടേണ്ടതിന് ഞങ്ങളെ വീണ്ടും ദൈവം പണിതെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ബലപ്പെടുത്തണമേ, സഹായിക്കണമേ. കടന്നു വന്ന ജനത്തെ കർത്താവ് അനുഗ്രഹത്തോടെ അയക്കണമേ. രാത്രികാലത്തെ യോഗത്തെ ദൈവം അനുഗ്രഹിക്കണമേ. ഈ ദേശം വിടുവിക്കപ്പെടേണ്ടതിന്, ഞങ്ങളുടെ പട്ടണം വിടുവിക്കപ്പെടേണ്ടതിന് തക്കവണ്ണം കർത്താവേ ഹല്ലേലൂയ കർത്താവേ സുവിശേഷത്തിൻ്റെ ശക്തി കർത്താവേ ഹല്ലേലൂയ വ്യാപരിക്കേണ്ടതിന് കർത്താവേ ഹല്ലേലൂയ പീഡ പെരുകുമ്പോൾ ഹല്ലേലൂയ ദൈവസഭ വളർച്ച പ്രാപിച്ച 1-ാം നൂറ്റാണ്ടിലെ പോലെ കർത്താവേ ഹല്ലേലൂയ ഈ കാലഘട്ടത്തിൽ ദൈവസഭ വളരുവാൻ കർത്താവിടയാക്കണം. ആത്മാക്കൾ വിടുവിക്കപ്പെടുവാൻ കർത്താവിടയാക്കണം. തുടർന്ന് കർത്താവേ ആത്മാവിൻ ശക്തിയോടെ ഞങ്ങളെ നടത്തണം. അവിടുന്ന് പ്രാർത്ഥന കേട്ടതോർത്ത സ്തോത്രം.
യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കരവും ശബ്ദം ഉയർത്തി കർത്താവിന് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കട്ടെ. വൈകിട്ട് കൃത്യം 7 മണിക്ക് തന്നെ പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിക്കും. കർത്താവിന്റെ ദാസൻ രാത്രിയിൽ നമ്മുടെ മധ്യ ദൈവജന ശുശ്രൂഷിപ്പാനുണ്ടായിരിക്കും. പ്രാർത്ഥനയോടെ കടന്നു വരാം. ദൈവം നമ്മെ ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ.